അതെ, ഈ സിനിമകളിൽ മാത്രം കാണുന്നതാണോ കടൽ കള്ളന്മാരും പൈറേറ്റ്സും ഒക്കെ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇറ്റ്സ് റിയൽ. എസ്പെഷ്യലി HRA അല്ലെങ്കിൽ ഹൈ റിസ്ക് ഏരിയ പോലെയുള്ള സൊമാലിയ, ഗൾഫ് ഓഫ് ഗിനിയ, ആഫ്രിക്കയുടെ സ്ഥലങ്ങളിലൊക്കെ സാധാരണ കപ്പലുകൾ പോകുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പൈറേറ്റ്സിൻ്റെ ആക്രമണവും അല്ലെങ്കിൽ കടൽ കള്ളന്മാരെയും ഒക്കെ. കപ്പലുകൾ ആക്രമിച്ച് ചരക്ക് കവർച്ച, ജീവനക്കാരെ തടവിലാക്കി പണം ആവശ്യപ്പെടൽ എന്നിവയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ചെറിയ സ്പീഡ് ബോട്ടുകളിലെത്തി വലിയ കപ്പലുകളെ അവർ ആക്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂ മെമ്പേഴ്സ് എങ്ങനെയാണ് ഇതിന് പ്രിക്വേഷൻ എടുക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഇതുപോലെയുള്ള ഡമ്മി ക്രൂ മെമ്പേഴ്സിനെ ഉണ്ടാക്കി അവർ നേരത്തെ പ്രിപ്പയർ ആയിരിക്കും. എന്നിട്ട് ഈ ക്രൂ മെമ്പേഴ്സിനെ, അതായത് ഡമ്മികളെ, കപ്പലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്ലേസ് ചെയ്യും. പൈറേറ്റ്സ് അകലെ നിന്ന് കപ്പലുകളെ നോക്കുമ്പോൾ കപ്പലിൽ നിന്നാരോ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ വരാനാണ് സാധാരണ ഇങ്ങനെ ഡമ്മികളെ പ്ലേസ് ചെയ്യാറ്. ഇനി അത് മാത്രമല്ല കേട്ടോ, കപ്പലിൻ്റെ ചുറ്റോട് ചുറ്റും ഇതുപോലെയുള്ള കമ്പി വേലികളും വെക്കാറുണ്ട്. ഇതൊക്കെ കിടന്ന കള്ളന്മാരകത്ത് കിടക്കുമ്പോഴത്തേക്കും ഉള്ളിലുള്ള ജീവനക്കാർക്ക് അത്യാവശ്യം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാനുള്ള സമയം കിട്ടാറുണ്ട്. ദാ കാണുന്നതൊക്കെ അതുപോലെയുള്ള ഡമ്മി ക്രൂ മെമ്പേഴ്സാണ് കേട്ടോ. ഇനി ഇതുമാത്രമല്ല, സാധാരണയായിട്ട് നേവൽ എസ്കോർട്ടും നമുക്ക് HRA അല്ലെങ്കിൽ ഹൈ റിസ്ക് ഏരിയാസിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഹൈ റിസ്ക് ഏരിയയിൽ സാധാരണ കപ്പലുകൾ സുരക്ഷിതമായി സ്ഥാനത്തെത്താറ്.